ഈസൂസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല പച്ച മാങ്ങ വെച്ചിട്ട് മാങ്ങ അച്ചാർ തയ്യാറാക്കട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് മാങ്ങഞ്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലെണ്ണ വെച്ചിട്ടാട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ലെണ്ണ ആകുമ്പോൾ കേട് വരാതെ ഇരിക്കും കേട്ടോ അച്ചാർ. അപ്പം നല്ലെണ്ണയിൽ നമ്മൾ കടുക് പൊട്ടിച്ച് വേപ്പിൻ്റെ ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. ഇതെല്ലാം ഒന്ന് മൂപ്പായി വന്നപ്പോൾ നമ്മൾ മാങ്ങഞ്ചിയും അതേപോലെ ഇതിലേക്ക് കുറച്ചൊരു മേരക്കയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേരക്ക മാങ്ങൻ്റെ അതേപോലെ തന്നെ ആയതുകൊണ്ട് നമ്മൾ ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മേരക്കയും മാങ്ങഞ്ചിയും കൂടെ ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അച്ചാർ പൊടിയും അതുപോലെ വറുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ആണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് മാങ്ങാഞ്ചി അതുപോലെ മേലൊക്കെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യാനില്ലെങ്കിലും നിങ്ങൾ മാങ്ങ വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾ ഇതിലേക്ക് അച്ചാർ ഇടണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയ്ക്ക് കടുവെല്ലാം പൊട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് മാങ്ങ ഇട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാങ്ങ ഒരുപാട് വേവിക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. വിനാഗിരി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വിനാഗിരി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ കളർ വേണ്ട അനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല അച്ചാറിന് നല്ലൊരു കളർ ഉണ്ടാകും. പക്ഷെ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചധികം കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അച്ചാറിലോട്ട് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് കേട്ടോ കായപ്പൊടി. അപ്പോൾ കായപ്പൊടി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ നല്ലെണ്ണയിൽ ചൂടാക്കിയതിന് ശേഷം കായപ്പൊടി അതിലിട്ടിട്ട് നല്ലൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് ഇതൊക്കെ കിട്ടും. അതിനുശേഷം നമ്മൾ ഉലുവ അതുപോലെ കടുക് നന്നായിട്ട് വറുത്തിട്ട് എടുത്തതാണ് കേട്ടോ ഈ പൊടി കാണുന്നത്. അത് രണ്ടും വറുത്തതിന് ശേഷം പൊടിച്ചതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ മാങ്ങാച്ചാർ എല്ലാം റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അച്ചാറിന് നല്ലൊരു മണമാണ്, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ അച്ചാർ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കേട് വരാതെ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യും, നല്ലെണ്ണ നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണോ വെച്ചാൽ അതുപോലെ തന്നെ അച്ചാർ ഇരുന്നോളും. പൂപ്പലോ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അച്ചാറിന് വരില്ല. ഇപ്പം നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ അച്ചാർ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.